അബിൻ വർക്കിയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സത്യത്തിൽ വളരെ ഗൗരവമുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇപ്പം ക്രിസ്ത്യാനിയായി പോയത് അദ്ദേഹത്തിനൊരു ന്യൂനതയാകുന്നത് എന്താ? കാര്യം എന്താ? കാരണം KPCC പ്രസിഡന്റിനെ ആ പൊസിഷനിലേക്ക് ചില മതസ്ഥർ റെക്കമെൻഡ് ചെയ്ത് ഇന്ന ആൾ തന്നെ വേണം, ഇന്ന മതത്തിൽപ്പെട്ട ആൾ, ഇന്ന ആ മതത്തിനകത്തെ സബ് ഡിവിഷൻ, ആ സെക്ടൂടെ തീരുമാനിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെയാണ് KPCC അധ്യക്ഷനുണ്ടാകുന്നത്. ഞാൻ ആ ഇരിക്കുന്ന ആളുടെ പദവിയോ അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ആളുടെ വിലയോ കുറച്ച് കാണാൻ ശ്രമിക്കുന്നതല്ല. സണ്ണി ജോസഫിനെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം ആ പൊസിഷനിലേക്ക് വന്നത് പുറത്തു നിന്നുള്ള ഒരു പ്രഷറാണ്. കാര്യം സംസ്ഥാന വ്യാപകമായി അല്ലെങ്കിൽ സംസ്ഥാനത്ത് മൊത്തം ഉടനീളം അറിയപ്പെടുന്നൊരു നേതാവല്ല സണ്ണി ജോസഫ്. അത് മറ്റാൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. സണ്ണി ജോസഫ് കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടുവരുന്നതിന് തന്നെ കാരണം നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ തന്നെ നമ്മൾ പറഞ്ഞാണ്, ബെന്നി ബെഹനാനെ പോലും ആക്കാതെ സണ്ണി ജോസഫിനെ ആക്കിയതിൻ്റെ രാഷ്ട്രീയ ചരിത്രം നമുക്കറിയാം. അപ്പോൾ അത് ഒക്യുപ്പൈ ചെയ്തുകൊണ്ടാണ് ഇപ്പം ക്രിസ്ത്യാനി ആയത്. ഇപ്പം KPCC പ്രസിഡന്റ് ക്രിസ്ത്യാനി, ബാക്കിയുള്ളവരെല്ലാം ക്രിസ്ത്യാനി. അപ്പം ഇനി പറഞ്ഞ പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. ആ സമവാക്യം ക്ലിയർ ആക്കുക എന്നുള്ളതാണല്ലോ പ്രശ്നം. ഇതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ഒന്ന്, ഇവിടെ എന്താ സംഭവിച്ചത്? ഇവർ പറയാൻ ആൾക്കാർ വിശദീകരണങ്ങൾ പലതും തരുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് വളരെ വിശദീകരണത്തിനകത്ത് ഇവിടെ സംഭവം എന്താ നടന്നിരിക്കുന്നത് ഞാൻ പറയാം. ഒരു ശബ്ദം ഇടയ്ക്ക് കയറി വന്നു, അതുകൊണ്ടാണ് കേട്ടോ. എന്താണ് സംഭവിച്ചത്? ഈ പറയുന്ന KC വേണുഗോപാലും ഈ പറയുന്ന രമേശ് ചെന്നിത്തല, VD സതീശൻ, ഈ 3 പേരാണല്ലോ, ഈ ട്രയോസാണ് കേരളത്തിലുള്ളത്. അബിൻ വർക്കി എന്ന് പറയുന്ന ആള് രമേശ് ചെന്നിത്തലയുടെ നോമിനിയാണ്. ആ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്ത ഇൻഡയറക്റ്റായിട്ടോ ഡയറക്റ്റായിട്ടോ കൊടുത്ത ഇടിയാണ്, KC വേണുഗോപാലിൻ്റെ ചെലവിൽ കൊടുത്ത ഇടിയാണ് അബിൻ വർക്കി ഇപ്പം നേരിടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു സ്കേപ്പ് ഗോട്ടായെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. നോക്കൂ, ഞാൻ പുറത്തു നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ഇങ്ങനെ പറയേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ കയറി ഇടപെട്ട് ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹം സംസാരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അയാളെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഇവിടെ വരുന്നതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത്. എനിക്കിപ്പോൾ അയാളുടെ രാഷ്ട്രീയ ഭാവി നശിച്ചാൽ എനിക്ക് എന്ത് നേട്ടം ഉണ്ടാവും, എനിക്ക് ഇച്ചിരൂടെ നേട്ടമല്ലേ എന്ന് വെച്ചാൽ അങ്ങനല്ല ഒരു പൊതുപ്രവർത്തന രംഗത്തിൽ ആൾക്കാർ നിൽക്കേണ്ടത്. നമ്മൾ എതിർകക്ഷിയിലുള്ള ആളാണെങ്കിലും മെച്ചപ്പെട്ട് തന്നെ വരണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മറ്റൊരു ചർച്ചയിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. എനിക്കതിനകത്ത് ഒരു മാറ്റമുള്ളൊരു ആളല്ല. ഇവിടെ സംഭവിച്ചത് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഇടി കൊടുക്കണം. അത് കൃത്യമായി നടന്നു. ഈ പറയുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഇവർ നോക്കിക്കൊണ്ടിരുന്ന കാര്യം അത് തന്നെയാണ്. VD സതീശൻ്റെ നിലപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. VD സതീശൻ ഇന്ന് പറഞ്ഞിരിക്കുന്നു അത് കുഴപ്പമൊന്നുമില്ല. ഇതിനു മുമ്പ് എന്തേലും പറഞ്ഞായിരുന്നോ VD സതീശൻ? VD സതീശൻ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. അതേ സ്ഥാനത്ത് രമേശ് ചെന്നിത്തല ആരാകും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി ഇദ്ദേഹത്തെ അബിൻ വർക്കിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം റിപ്ലൈ തന്നത്. വേറെ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല, അബിൻ വർക്കിയെ ചൂണ്ടിക്കാണിക്കാൻ ചെയ്തത്. ഈ പറയുന്ന KC വേണുഗോപാലും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ഇവർ കോക്കസായി മാറി. കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഡെവലപ്പ് ചെയ്തതിന് ശേഷം സംഭവിച്ചത് VD സതീശൻ ഇവരുടെ ഒരു ശത്രുപക്ഷത്തേക്ക് മാറുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ട്. ആ ശത്രുപക്ഷത്തിലേക്ക് മാറുന്ന സാഹചര്യം വന്നു കഴിയുമ്പം ഇവർക്ക് VD സതീശനും ഇഷ്ടമില്ലാത്ത ഒരാളായി മാറി. അങ്ങനെ ഉണ്ടായ ഒരു കോക്കസാണിത്. ആ കോക്കസിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ശതമാനം പോലും സംശയമില്ല. പിന്നെ ശ്രീമാറിയേട്ടൻ പറഞ്ഞു വന്നിട്ടിരുന്ന കാര്യങ്ങൾ എന്താ? ശ്രീമാറിയേട്ടൻ പറഞ്ഞു വന്നിരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ്സിന് വലിയ യൂത്ത് കോൺഗ്രസ്സിന് പ്രാധാന്യമുണ്ട്. യൂത്ത് കോൺഗ്രസ്സിന് എല്ലാ കക്ഷികൾക്കും പ്രാധാന്യമുണ്ട്, ഇല്ലെന്നൊന്നും ആരും പറഞ്ഞില്ല. ഓഫീസ് ഒക്യുപ്പൈ ചെയ്യുന്ന ആളെ ആൾക്കാർ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യും. അയാളുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ബെറ്ററുമാണ്. ആ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ബെറ്റർ ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇയാളുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറിനെ നശിപ്പിക്കാനായിട്ടുള്ള ഇടപെടലാണ് നടത്തിയത്. ഇന്ന് നോക്കൂ, വേണിച്ചേട്ടൻ നോക്കൂ, സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത് എന്താ? പുറത്തു പോയി നിന്നായാലും പ്രവർത്തിക്കാമല്ലോ. സണ്ണി ജോസഫ് എപ്പോഴാണ് ഇതിനു മുമ്പ് പുറത്തു പോയി നിന്ന് കേരളത്തിലെ കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്? നോക്കൂ, നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു ലോക്കസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ പ്രവർത്തിക്കുന്നു, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ദേശീയമാണെന്ന് പറയുന്നതും കേരളമാണെന്ന് പറയുന്നതും കേരളത്തിൽ അടിയുറച്ച് സാധാരണക്കാരിൽ പ്രവർത്തിച്ച് ഒരു വേരുള്ള നേതാവാകണമെങ്കിൽ ഇവിടെ തന്നെ നിൽക്കേണ്ടതായിട്ടുണ്ട്. അതിന് എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ. അതിന് AICCയുടെ ഒരു കേട്ടിട്ടില്ലാത്തൊരു പേര് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ അദ്ദേഹം ദേശീയ നേതാവാണ്. എന്താ ദേശീയ നേതാവ്? ഈ പറഞ്ഞല്ലേ, ഒരു കാലത്ത് ദേശീയ നേതാവായിരുന്നു, കേരളത്തിൽ എപ്പോഴും ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു, വടക്കൻ എന്ന് പറഞ്ഞൊരാൾ അല്ലേ. ഞാൻ ആളെ ഡിസ്റെസ്പെക്ട് ചെയ്ത് പറയുന്നതല്ല. അദ്ദേഹം പിൽക്കാലത്ത് BJP പോയി. ഇങ്ങനെ കുറേ പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ്. നാഷണൽ ടെലിവിഷനിൽ പോകുന്നു, 4, 3, 7 പേരെ പുള്ളി കൂട്ടിയാൽ കൂടത്തില്ല. ദേശീയ നേതാവിന് സംഭവിക്കുന്ന ഒരു ഭാവിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു പൊതുപ്രവർത്തൻ്റെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായിട്ട് ഇങ്ങനെ പറയുന്നത്.